നമസ്കാരം. ഏതായാലും ശ്രീ ആന്റണി രാജുവിന് അഭിനന്ദനങ്ങൾ. ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇത്തരത്തിൽ ഓട്ടോമാറ്റിക്കായി അയോഗ്യനാക്കപ്പെടുന്ന ആദ്യത്തെ ജനപ്രതിനിധിയായി അദ്ദേഹം മാറിയിരിക്കുന്നു. എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. അതും തൊണ്ടി മുതൽ മോഷണ കേസിൽ. വേറെ എന്തെങ്കിലും ഇത്തിരി പറയാൻ കൊള്ളാവുന്ന കേസാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. ഇത് കോടതിയിൽ നിന്ന് തൊണ്ടി മുതൽ മോഷ്ടിച്ച് മാറ്റി വെച്ചതിന് ഓട്ടോമാറ്റിക്കായിട്ട് MLA സ്ഥാനം പോകും. അത് സുപ്രീം കോടതിയിലെ പ്രത്യേക നിയമപ്രകാരം അത് അങ്ങനെ തന്നെയാണ്. 2 വർഷത്തിന് മേൽ തടവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ജനപ്രാതിനിധ്യ സ്ഥാനം രക്ഷപ്പെടും. അപ്പം രാജിവെക്കാനും പറ്റില്ല. രാജിവെക്കുകയാണെങ്കിൽ രാജിവെച്ചൊഴിയാം എന്നുള്ള ഇത് വരും. പക്ഷേ ശിക്ഷ പ്രഖ്യാപിച്ചപ്പോൾ കോടതി വിധി വന്ന ആ നിമിഷം മുതൽ തന്നെ ഇദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു. ഒപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നുള്ള ആവശ്യം ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. അതായത് ഈ കേസല്ല, ഈ ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് പ്രൈവറ്റ് പെറ്റീഷൻ അടക്കം കൊടുക്കണം. അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കണം, ഇദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കണം. അച്ചടക്ക നടപടിക്ക് ബാർ കൗൺസിൽ ഒരുങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ബാർ കൗൺസിലിന്റെ 3 അംഗ അച്ചടക്ക സമിതി ഈ മാസം 9-ാം തീയതി വിഷയം പരിഗണിക്കും. ആദ്യം നോട്ടീസ് നൽകും, പിന്നീട് മറ്റ് നടപടിക്രമങ്ങൾ. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ അഭിഭാഷക അംഗത്വം റദ്ദാക്കാനുള്ള പരാതി കൂടി വന്നിട്ടുണ്ട്. തൊണ്ടി മുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇദ്ദേഹത്തിന് അഭിഭാഷക വൃത്തിക്ക് നിരക്കാത്ത പ്രവൃത്തി ഇയാൾ ചെയ്തു എന്നും പറയുന്നു. അതുപോലെ അഭിഭാഷക അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബാർ കൗൺസിൽ ചെയർമാനെ പരാതി കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ LLB റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കേരള ലോ യൂണിവേഴ്സിറ്റിക്കും ഒക്കെ തന്നെ പരാതി കിട്ടിയിട്ടുണ്ട്. അതായത് എല്ലാം പോയി, കടിച്ചതും പോയി, പിടിച്ചതും പോയി, വലിയ ചരിത്രമൊക്കെ സൃഷ്ടിച്ചു. പക്ഷേ കയ്യിൽ നിന്നെല്ലാം പോയി. വക്കീൽ പണിയും പോയി കിട്ടും. ഇനി വക്കീൽ പണി LLB റദ്ദാക്കിയില്ലെങ്കിലും ബാർ കൗൺസിലൊക്കെ തന്നെ ഇത്തരത്തിൽ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നീട് അതിൽ തിരിച്ച് എൻറോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനവും മറ്റു കാര്യങ്ങളും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെതായ രീതിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഒരു സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്നൊക്കെ പറഞ്ഞു മാറും. പിന്നെ ഇദ്ദേഹത്തിന്റെ സീറ്റ് CPM ഏറ്റെടുക്കാനുള്ള ശ്രമമുണ്ട്. ഇദ്ദേഹത്തെ ഇനി മുന്നിൽ നിർത്തണ്ട എന്ന് തന്നെയാണ് CPM-ന്റെ തീരുമാനം, ഇടതുപക്ഷത്തിന്റെ തീരുമാനം. കാരണം ഇത്രയും ചീഞ്ഞു നാറിയ ഒരു കേസ്, അടിവസ്ത്രം മോഷ്ടിച്ച കേസിലൊക്കെപ്പെട്ട ഒരു പൊതുപ്രവർത്തകൻ, ഒരു മുൻ മന്ത്രി, ഒരു MLA ആയിരുന്ന വ്യക്തി, ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റും, LDF-ന്റെ ഭാഗമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതോടുകൂടി CPM-ന്റെ അടിവസ്ത്രം കീറിയിരിക്കുകയാണ്, അണ്ടം കീറിയിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ആന്റണി രാജുവിനെ കൂടി അവിടെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഉള്ള വോട്ട് കൂടി പോയി കിട്ടും. തിരുവനന്തപുരം സെൻട്രൽ എന്ന പ്രദേശത്താണ് ഇയാൾ മത്സരിച്ചത്. ആ സീറ്റ് CPM ഏറ്റെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വക്കീൽ പണിയും പോയി, ബാർ കൗൺസിൽ അംഗത്വവും പോയി, എല്ലാം പോയി, രാഷ്ട്രീയ ജീവിതവും പോയി, മിക്കവാറും ജയിലിലുമാകും. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ 6 വർഷത്തേക്ക് മത്സരിക്കാനും പറ്റില്ല. ഓരോ മനുഷ്യന്റെ അവസ്ഥയും. അതായത് നീതി സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ടൊക്കെ തന്നെ ഇത്രയും നികൃഷ്ടമായ കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തു. എത്ര വർഷം മുമ്പായാലും ശരി ചെയ്തു എന്ന് പറയുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയോടുള്ള ഒരുതരം പകപോക്കൽ പോലെയാണ്. നിയമവ്യവസ്ഥയെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പരിപാടിയാണ്. അപ്പൊ എല്ലാം പോയിട്ടുണ്ട്, എല്ലാം തീരുമാനമായിട്ടുണ്ട്. CPM കയറി വട്ടം കളിച്ചിട്ടുണ്ട്. ആന്റണി രാജുവിനെ ഇനി ആ പ്രദേശത്തെങ്ങും കണ്ടുപോകരുത് എന്നുള്ളതാണ് CPM-ന്റെ തിട്ടൂരം എന്നും അറിയാൻ സാധിക്കുന്നു. അല്ല, ഒന്നുമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ CPM അല്ല ആരെങ്കിലും കൂടെ നിർത്തുമോ? ആരും കൂടെ നിർത്തില്ല. ആ അവസ്ഥയിൽ വഴിയാധാരമായി എന്ന് വേണം പറയാൻ.